പത്തനംതിട്ട ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ദുരിതങ്ങളിൽ ആയിരിക്കുന്നത് ആറന്മുള നിവാസികളാണ്. അപ്പർ കുട്ടനാട് മേഖലയിലും പ്രളയഭീതിയാണ്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? മഴയുണ്ടോ? സുജു, ഇപ്പോൾ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്താണ് അവിടെയുള്ളവർ പറയുന്നത്? തീർച്ചയായിട്ടും മാരിയ, ഞാനിപ്പോൾ നിൽക്കുന്ന മല്ലപ്പുഴശ്ശേരിയിലാണ്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആദ്യം ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയിട്ട് പത്തനംതിട്ടയിലെ പൊതുസ്ഥിതിയിലേക്ക് എത്താവുന്നതാണ്. ചേട്ടാ, വീട് വീടാണോ? വീട് വീടാ. വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം ഇന്നലെ സന്ധ്യ വരെ വെള്ളം വന്നിട്ടില്ല, കണ്ടത്തിലേ ഉള്ളായിരുന്നു. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം കയറിയത്. ഇതിപ്പം നിങ്ങളുടെയാണോ കേറ്ററിംഗ് സർവീസ്? അതെ. അങ്ങനെ വിറകം പോയോ? വിറവെല്ലാം പോയി. 1,40,000 രൂപയുടെ വിറവ് ഇറക്കി ഇട്ടതാ. വിറവ് ഇപ്പോൾ ഇത്രയും. ഏതാ കാണിച്ചത്? അതാണോ? ആ കാണുന്നതാണോ? മൊത്തം പോയി. അതുപോലെ കുറേയേറെ ഇതിൻ്റെ സാധനം ഉണ്ടാക്കി വെച്ചാൽ അത് പോയി. ഇന്ന് വള്ളസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 12,000 പേരുടെ ഉപ്പേരി ഉണ്ടാക്കി, അതിൻ്റെ ശർക്കര വരട്ടി, പിന്നെ മുന്തിരിങ്ങ, എള്ളുണ്ട, പിന്നെ അണ്ടിപ്പരിപ്പ്, സാധനം എല്ലാം വെള്ളത്തിൽ പോയി. ആ സാധനം നശിച്ചു പോയി ഇല്ലേ? നശിച്ചു പോയി. ഇനിയിപ്പോൾ അതൊന്നും കിട്ടത്തില്ല. അരി സാധനങ്ങൾ, മറ്റു സാധനങ്ങളോട് എങ്ങനെ ഒരു 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലായി പോയി. വള്ളസദ്യക്ക് വേണ്ടി നാളത്തേക്കുള്ള വള്ളസദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നഷ്ടം നമ്മുടെ പോയി. ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമുക്ക് കിട്ടിയെങ്കിൽ ഇന്നലെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ ആറന്മുളയിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ആറ്റി വെള്ളം താണെന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റി വെള്ളം താഴുമ്പോൾ ഇവിടെ അങ്ങനെ ആലും 2 അടി വെള്ളം പൊങ്ങും. അവർ കണക്കൂട്ടേ ഉള്ളായിരുന്നു. പക്ഷേ രാത്രി വെള്ളം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതായിപ്പോയി. മൈക്ക് കിട്ടിയ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായി? ഇല്ലില്ല, ഒന്നും ഉണ്ടായില്ല. ഇന്നലെ വൈകിട്ടാണ്. ഇപ്പോൾ സജിത്തോടെ സഹിത പ്രദേശത്ത് എങ്ങനെയുണ്ട്? വലിയ പ്രയാസമാണ്. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു 3-4 വാർഡുകളിൽ കൂടുതൽ, ഇപ്പോൾ 1-ാം വാർഡ്, 12-ാം വാർഡ്, അത് 1-ാം വാർഡ്, 2-ാം വാർഡ്, 14-ാം വാർഡ്, 13-ാം വാർഡ്, അതേപോലെ 4-ാം വാർഡിൻ്റെ ഒരു ഭാഗം, അങ്ങനെ ഒരു നമ്മുടെ 9-ാം വാർഡിൻ്റെ ഒരു ഭാഗം, അങ്ങനെ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെ താഴ്ന്ന മേഖലകളെല്ലാം ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമുണ്ടായിട്ടുള്ള ഈ പ്രളയത്തിൻ്റെ ഭാഗമായി നമ്മുടെ പമ്പയാറിനോട് ചേർന്ന ഭാഗങ്ങളിൽ കൂടി കരകവിഞ്ഞ് പമ്പയാർ ഒഴുകി എന്നതാണ് ആദ്യം കണ്ടത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി വളരെ പെട്ടെന്നാണ് ഇന്നലെ രാത്രിയോട് ഈ മേഖലയിലെല്ലാം വെള്ളം കയറിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യമായ മറ്റ് അറിയിപ്പുകളോ അലേർട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായി താഴ്ന്ന മേഖലയിൽ വെള്ളം കയറുന്നു. ആറ്റിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായി. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ആ വെള്ളത്തിൻ്റെ ഒരു തോത് താഴ്ന്നു, വെള്ളം ഇറങ്ങുന്നു എന്നൊരു സമാശ്വാസത്തിലാണ് നിന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ താഴ്ന്ന മേഖലയിലേക്ക് ഈ വെള്ളമെല്ലാം എത്തുമെന്നും ഇതൊരു പ്രളയസമാനമായി 2018 ഉണ്ടായിരുന്ന ഏകദേശം അത്രയും തന്നെ വെള്ളം ഇപ്പോൾ ഇവിടെ ഉണ്ട്. 2018 ഇത്രയും തന്നെ വെള്ളമായിരുന്നു ഇവിടുത്തെ ഒരു വാട്ടർ ലെവൽ. ഏകദേശം അത്രയും നിലയിൽ തന്നെ, അതിന് സമാനമായ നിലയിൽ തന്നെ ഇന്നലെ ഒരു രാത്രി കൊണ്ട്, ഇന്നലെ രാത്രി ഒരു 8 മണി 9 മണി വരെ ഒന്നും 10 മണി വരെ ഒന്നും ഈ നിലയിലൊന്നും ഇവിടെ വെള്ളമില്ല, നടന്നൊക്കെ പോകാൻ കഴിയും. എന്നാൽ ഇന്നലെ ഒരു രാത്രി കൊണ്ട് ഇത്രയും വെള്ളം വേണ്ട പുലർച്ചയോടുകൂടി വരുമെന്ന് യാതൊരു വിധമായ ഒരു അലേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നൊരുക്കമോ സംവിധാനമോ ഒന്നും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ആളുകളുടെ വീടുകളിലേക്കും മറ്റ് സാധനങ്ങളും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ടാണ് ഈ പറഞ്ഞ വീടുകളിലെല്ലാം വെള്ളം കയറി ഇറങ്ങിപ്പോയത്. അതൊരു പ്രയാസമായിട്ടുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് നൽകിയ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതല്ലായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു മുന്നറിയിപ്പ് അത്ര ഒരു ക്രമീകരണം ഇല്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടുമില്ല. അത്തരത്തിലൊരു മുന്നറിയിപ്പോ ആ നിലയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വലിയ വസ്തുതയാണ്. ശരിക്കും ഇതിനകത്ത് അങ്ങനെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അത് പറഞ്ഞാൽ ശരിയില്ലെങ്കിൽ പോലും അങ്ങനെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഇന്നലെ രാത്രിയിൽ ഇത് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും പറയുന്ന വലിയ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നില്ല. വെള്ളം കിട്ടുമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഏതാണ്ട് പിന്നെ 2018 പോലെ തന്നെ വെള്ളം. ഇത് 64 വയസ്സുണ്ട്. ഇത്രയും നാൾ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടുള്ളത് ഈ മേളിൽ നിന്ന് കീഴ്പ്പെട്ട വെള്ളം പോയിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ താഴെ തികച്ച് വെള്ളം മേപ്പെട്ട് വരിക. ഇതെന്ന് പറഞ്ഞാൽ താഴെ വെള്ളവുമില്ല, ഇവിടെ ആണ് മൊത്തം വെള്ളം വന്ന് കയറി നിറഞ്ഞ കാര്യം. 6 കവിഞ്ഞ് ഇതുവഴി ഒഴുകി നേരെ ഇങ്ങ് വരികയായിരുന്നു. അതാണ് ഇവിടെ ഇത്ര ഇതുണ്ടായത്. അതുകൊണ്ട് ആൾക്കാരും ശ്രദ്ധിക്കാഞ്ഞത്. ഇത്രയും വലിയ വെള്ളമാണ്. ഇപ്പോൾ നമുക്ക് ആര്യ, ഞാൻ കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പോൾ കാണുമ്പോൾ അറിയാം, എൻ്റെ ഇത്രയും വെള്ളമുണ്ട്. താഴോട്ട് പോകുമ്പോൾ ആ വീടൊക്കെ മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പാടും പ്രദേശവാസി. ഓ, ചേച്ചിയുടെ വീടാണല്ലേ? തൊട്ടപ്പുറത്ത് കാണുന്നത്. വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ? വീട്ടിൽ നിന്ന് 5:45 ഞങ്ങൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി രക്ഷപ്പെടുമായിരുന്നു. സാധനമൊക്കെ വെള്ളം കയറിയോ? എല്ലാം മുഴുവൻ പോയി, എല്ലാം പോയി. ഇപ്പോൾ ടി വി ഒക്കെ എടുത്തു വെച്ച ഇപ്പം മാറ്റാൻ വേണ്ടി ഞാൻ താക്കോലും എടുത്തോണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പോവാ. ടി വി മേടിച്ചിട്ട്, അയ്യോ, ഇത് ഫ്രിഡ്ജ് മേടിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. ആ ഫ്രിഡ്ജാ വെള്ളത്തിൽ 22 രൂപയുടെ ഫ്രിഡ്ജാ.
എല്ലാം പോയി. 2018 മുതൽ ഞങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന മുഴുവൻ വെള്ളത്തിൽ പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കട്ടിലും കിട്ടിലും എല്ലാം അതിനകത്ത് കിടക്കുക. കട്ടില അതിൻ്റെ മെത്ത അത് ഇത് എല്ലാം വരയ്ക്കകത്ത് കിടക്കുക, എല്ലാം പോയി. കസേരയെല്ലാം ഓടി നടക്കുക. നൈന കേറ്ററിംഗിന്റെ സാധനം അതിനകത്ത് കിടക്കുന്ന മൊത്തം ഈ ഒരു റൂമിനകത്ത് കിടക്കുന്ന നൈന കേറ്ററിംഗിന്റെ സാധനം മൊത്തം അങ്ങനെ ഇപ്പോൾ ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം മൊത്തം നശിച്ചു പോയി. ആ സാധനം അരി നാളത്തെ വളസദ്യ ഉണ്ടായിരുന്നു, നാളത്തേക്കുള്ള അരിയെ മറ്റ് പലർക്ക് സാധനങ്ങൾ മൊത്തം കൊണ്ടിറക്കി വെച്ച സാധനമാണ്. ഈ ആളുകളുടെ ഒരു വിഷമം, അവരുടെ ജീവിതാവസ്ഥ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? മാറി താമസിക്കുന്നത്? ഞങ്ങൾ സ്കൂളിൽ ക്യാമ്പിൽ പോയില്ലേ? ക്യാമ്പിൽ പോയി. ക്യാമ്പിലേക്ക് ആദ്യമായിട്ടാണ് ക്യാമ്പിലേക്ക് മാറി താമസിച്ചതോ? 2018 തൊട്ടേ ഇപ്പോൾ അവസ്ഥ ഒരു കൊച്ചു കുഞ്ഞ് വെള്ളത്തില് അമ്മയോട് വന്നതാണോ? ഈ വീട്ടിലെ കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്നു. എന്തായാലും ഈ ഈ സാഹചര്യം, അവർ പോകുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പത്തനംതിട്ടയിലെ പൊതു സാഹചര്യം പറയാം. റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഞാൻ നിൽക്കുന്ന ആറന്മുള ജില്ല ഭാഗത്തിൻ്റെ വിവിധ കോഴഞ്ചേരി ആറന്മുളയിലാണ് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്. ക്യാമ്പുകൾ സ്ഥാപിച്ചു തുടങ്ങി. അങ്ങനെയുണ്ട്. ഇതിൽ അമ്പലപ്പുഴ സംസ്ഥാന പാത അടച്ചിരിക്കുകയാണ്. സജിത്ത്, അമ്പലപ്പുഴ സംസ്ഥാന പാത അടച്ചിരിക്കുകയാണ്. അങ്ങനെ അത് നെടുമുറം തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയും കടുത്ത പ്രളയഭീഷണിയിലാണ്. 2018 സമാനമായ സാഹചര്യം എന്നാണ് ആളുകൾ പറയുന്നത്. അതാണ്. അപ്പം അങ്ങനൊരു സാഹചര്യം. സജിത്തിനോടുകൂടി നമുക്ക് സ്ഥലത്തെ സജിത്തെ, ഇവിടെ ഇപ്പം ഞങ്ങൾ പെരിക്കാട് ഉന്നതി പോയപ്പോൾ ആളുകൾ പറഞ്ഞ അബിൻ വർക്കി MLA പല സ്ഥലത്തെക്കുറിച്ച് അബിൻ വർക്കി പലയിടത്തും എത്തുന്നില്ലെന്ന് പരാതിയുണ്ട്. ശരിയാണോ? നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും വരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇല്ല, വെള്ളം കണ്ട് പകച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു സാധാരണ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷത്തിനപ്പുറം ഈ ഒരു വെള്ളം കാണാൻ വരുന്നൊരു മാനസികാവസ്ഥയ്ക്ക് അപ്പുറം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഇപ്പോൾ ഇവിടെ ഇത്രയും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നില്ല. ഇന്നലെ രാത്രി മുതൽ മലപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെ താഴ്ന്ന മേഖലകളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു സാന്നിധ്യം ഉള്ളതായിട്ട് കാണുന്നില്ല. എഴിക്കാട് ഉള്ളതായിട്ട് കാണുന്നില്ല. ഇന്നലെ യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് കുറേ റീൽസൊക്കെ ചെയ്തു പോയി എന്നുള്ളതല്ല. ഇന്നലെ PC വിഷ്ണു എന്നാണ് മന്ത്രി വരുമ്പോൾ ഞങ്ങളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഏതാണ്ടൊരു ഗൂർക്കയുടെ കാറിൽ ഒരു ജീപ്പ് വരുന്നു, അതിൽ കയറുന്നു, ആ വെള്ളം ഇറങ്ങി കിടക്കുന്ന റോഡിൽ കൂടി പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും ഇന്നലെ തന്നെ ഏതാണ്ടൊരു 100 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ വീട്ടിൽ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്ന സ്ഥിതി ഉണ്ടായി. അവരെ നമ്മൾ പോയി, ഫയർഫോഴ്സും വന്നു. നമ്മളവരെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനൊരു വാഹനമില്ല. അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും സംവിധാനത്തെയും വിളിക്കുമ്പോൾ വലിയ വെള്ളമാണ്. കൊണ്ടുവരാനൊരു വാഹനം ലഭിക്കാതെ ഏറ്റവും അവസാനം അവിടുത്തെ ഒരു സ്വകാര്യ വാഹനം ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ തിരിച്ച് അവരെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി വിടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. എന്നാൽ മുൻവർഷങ്ങളിലൊന്നും ഇങ്ങനെയല്ല. ഇതിന് ആവശ്യമായ ഡിങ്കി ബോട്ടുകൾ ഉണ്ടാകും, NDRF ടീം ഉണ്ടാകും. ഇതൊന്നുമില്ല. അതോടൊപ്പം തന്നെ MLA ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞ MLA ഒന്നും അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഘട്ടത്തിലൊന്നും കാര്യമായൊരു സാന്നിധ്യം ഉണ്ടാവുന്നില്ല. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞതിന് തൊട്ടപ്പുറത്തെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ പൂർണ്ണമായും ഈ പറയുന്ന ബോട്ടോ മറ്റ് സൗകര്യങ്ങളോ വേണം. ഏതാണ്ട് 100-ലധികം 100-150ഓളം വരുന്ന വീടുകളുണ്ട്. അതിന് ചുറ്റും വെള്ളമല്ലേ, അങ്ങോട്ടേക്ക് കയറി പറ്റാൻ മതി. ഈ വെള്ളം ഇനി ഇറങ്ങി പോകണം 2 ദിവസം എടുക്കില്ലേ? അവരാകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന കഴുത്തുനിന്ന് വെള്ളത്തിൽ കൂടി നീന്തി വേണം അവിടേക്ക് എത്താൻ. തീർച്ചയായിട്ടും അതാണ് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ദൃശ്യങ്ങൾ കൂടെ കിട്ടിക്കാണ്. നമുക്ക് മുമ്പ് പോയ ഈ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അവരുടെ കഴുത്തൊട്ടോളം വെള്ളമുണ്ട് ആ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള സാഹചര്യമാണ്. എന്തായാലും പത്തനംതിട്ടയിൽ അത്ര സ്ഥിതി ശുഭകരമല്ല. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പത്തനംതിട്ട, ആറന്മുള, കോഴഞ്ചേരി ഭാഗങ്ങളിലാണ്. ഇനി താഴേക്ക് വരുമ്പോൾ അപ്പർ കുട്ടനാട് മേഖല തിരുവല്ലയിലും കാര്യമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണ്. ആര്യ.